ഈ 60 വയസ്സ് 50 വയസ്സിലും ഒക്കെ പ്രസവിക്കണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ 40, 45, 48 വയസ്സാകുമ്പോ മെനോപോസ്, അതായത് മാസക്കുളി നിൽക്കും. നിന്ന് കഴിയുമ്പോ പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാല് അണ്ടോൽപാദനം എന്നുള്ള സംഗതി നിൽക്കും. സോ ഈ പിന്നെ എങ്ങനെ പ്രഗ്നൻസി ഉണ്ടാവണോ എന്ന് ചോദിച്ചാൽ അപ്പോഴേ ഈ അണ്ടോൽപാദനം നിന്ന് കഴിഞ്ഞ് പീരിയഡ്സും ഇല്ലാതാകുമ്പോൾ ഗർഭപാത്രവും ചുരുങ്ങും. പിന്നെ ഈ സംഭവിക്കണതെന്ന് വെച്ചാൽ ഇവരെ പ്രഗ്നന്റ് ആക്കാൻ വേണ്ടി കുറെ ട്രീറ്റ്മെന്റിലൂടെ ഈ ഗർഭപാത്രത്തിന് നമുക്ക് ഒരുവിധം സൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പം നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ്സിലൂടെ ഇങ്ങനെ കുറെ കാലത്തെ ട്രീറ്റ്മെന്റിലൂടെ അതിനെ നമുക്ക് ഇത് നമുക്കൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലരൊക്കെ അത് ചെയ്ത് 60 വയസ്സുകാരിയോ 70 വയസ്സുകാരിയോ കുറച്ചൊക്കെ ആരോഗ്യം വേണ്ടി 70 നടക്കത്തില്ല, ഒരു മാക്സിമം ഒരു 50 to 60 ഒക്കെ നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. എന്നിട്ട് പിന്നെ അവർ ചെയ്യുന്നത് ഇതേപോലെ ഡോണർ ആരെങ്കിലും വേറൊരു സ്ത്രീയിൽ നിന്ന്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയിൽ നിന്ന് അണ്ടം എഗ് എടുക്കും. എന്നിട്ട് ഇവരുടെ ഹസ്ബൻഡും ഇതേപോലെ കുറച്ച് ഓൾഡ് ആയിരിക്കുമല്ലോ, വേറെ ഏതെങ്കിലും ഒരു സെമൻ, ഇത് രണ്ടും കൂടി കൂട്ടും. ഇത് രണ്ടും കൂടി ഒരു എംബ്രിയോ ആക്കും. അതിനെയാണ് ഇതേനെ ഗർഭപാത്രം മാത്രം ഇവരുടേത് ഉപയോഗിക്കും. അപ്പം ഗർഭം ധരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇവര് മാതാവ്. മനസ്സിലായി? ഇതാണ് ഇപ്പൊ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വയസ്സായവര് പ്രസവിക്കണം. ഇത് എഗ് വേറെ സ്ത്രീയുടെ, സെമന്റ് ഇത് ചിലപ്പോ അവരുടെ ഭർത്താവിന് നല്ലതാണെങ്കിൽ ക്വാളിറ്റി നല്ലതാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ അതും ഈ 60 വയസ്സായവരുടെ ഹസ്ബൻഡിന് മിക്കവാറും അതും ക്വാളിറ്റി നമുക്ക് അറിഞ്ഞിട്ട് മോശം, അപ്പൊ അതും വേറെ ആയിരിക്കും, ഡോണർ ആയിരിക്കും. സോ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഇവർ പ്രസവിച്ചു എന്നുള്ളത് വരുത്താന്ന് മാത്രമേ ഉള്ളൂ. സോ അത് ഒരു ഇത് പലരും ഈ വ്യക്തമായിട്ട് ഈ ഒരു സാധ്യത ആരും അറിയുന്നില്ല. സോ ഇതാണ് സത്യം. സോ രണ്ടുപേരിൽ നിന്ന് എടുക്കുന്നു, വെളിയിൽ വെച്ചതിന്. പക്ഷെ അത് IVF-ൽ മാത്രമേ ഇങ്ങനെ ഒരു സംഗതി പറ്റുള്ളൂ. ഈ IVF എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ശിശുവിൽ മാത്രമേ വെളിയിൽ വെച്ച് ഈ രണ്ടുപേരുടെ എടുത്ത് ഇങ്ങനെ ഇട്ട് വേറൊരാളുടെ ഇത് പ്രസവിച്ച് ഒരു അമ്മയാകാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ശരിക്കും ആ കുട്ടിക്ക് 2 അമ്മമാരാ. ആ എഗ് കൊടുത്ത അമ്മയും ഉണ്ട്, ഈ ഒരു അമ്മയുണ്ട്. പക്ഷെ മറ്റേതാരും നമ്മൾ അറിയുന്നില്ല. ഈ ബ്ലഡ് കൊടുത്തത് ഇപ്പൊ ആരാ നമുക്ക് ബ്ലഡ് എന്ന് നമുക്കറിയില്ല. അതുപോലെ എഗ് ആരാ തന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല, സെമൻ ആരുടെ എന്ന് അറിയാൻ പറ്റില്ല. ഈ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ആരാരുടെ എന്നൊന്നും. നമ്മൾ ബാങ്കിൽ ഓരോന്നും സ്റ്റോർ ചെയ്യുന്നേ ഉള്ളൂ. ആരാണ് എപ്പോ തന്നു അതൊന്നും നമ്മൾ നമുക്കും അറിയില്ല, അവരെ റിവീൽ ചെയ്യേണ്ട കാര്യം നമുക്കും അറിയില്ല.